സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 2.71 കോടി വോട്ടർമാർ വിധിയെഴുതും. നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലാണ് മുന്നണികൾ. വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് ഹാൻസ് ജോണും കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീമും ചേരുകയാണ്. ആദ്യം ഹാൻസിലേക്ക്. ഹാൻസ്, എന്തായാലും വലിയ ആവേശത്തോടെ നടന്ന പ്രചാരണമൊക്കെ കഴിഞ്ഞു. ഇനി നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് മുന്നണികൾ. ആ വോട്ടെടുപ്പിലേക്ക് നാളെ പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പ്രതീക്ഷകളാണ്. പ്രത്യേകിച്ച് മൂന്നാം ഭരണം ഉണ്ടാകുമോ, അതോടൊപ്പം തിരിച്ചു വരാനാകുമോ UDF-ന് എന്ന ചോദ്യം. അതോടൊപ്പം BJP-ക്കും അവരുടെ പ്രതീക്ഷകളുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മറ്റ് ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും രുചിഷ, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനാണ് നാളെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നാളെ രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് നടക്കും. വൈകിട്ട് 6 മണി വരെയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് നേമം മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിലാണ്. കോട്ടൺ സ്കൂളിലാണുള്ളത്, തൈക്കാടുള്ള. ഇവിടെ ഇതിനോടകം തന്നെ സാമഗ്രികൾ വാങ്ങാനായി ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ബന്ധപ്പെട്ട രേഖകളും ആവശ്യമുള്ള സ്റ്റേഷനറി വസ്തുക്കളും അടക്കമുള്ള കിറ്റുകളാണ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നടപടിക്രമങ്ങൾ പൂർത്തിയായി. EVM മെഷീനുകൾ നൽകുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർമാരും ബന്ധപ്പെട്ട ബൂത്തുകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ അകത്തേക്ക് പോയിട്ട് EVM മെഷീൻ സ്വീകരിക്കാനായിട്ട് പോയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവയെല്ലാം പരിശോധിച്ചതിന് ശേഷം ഉദ്യോഗസ്ഥർ താഴേക്ക് വരും. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകദേശം എല്ലാം പൂർത്തിയായി എന്ന് പറയാൻ കഴിയും. ഇപ്പോൾ ഏകദേശം 75% ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഒരു കിറ്റ് നൽകുന്നുണ്ട്. ഇതിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വേണ്ട എല്ലാ സാമഗ്രികളും ഉണ്ട്. അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഉദ്യോഗസ്ഥർ ഇവിടം വിട്ട് പോകുക. എന്തായാലും EVM മെഷീനുകൾ വിതരണം ചെയ്യുന്ന നടപടികൾ സംസ്ഥാനത്ത് ഉടനീളം പുരോഗമിക്കുകയാണ്. 43 കേന്ദ്രങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ മെഷീനുകളും മറ്റ് അനുബന്ധ സാമഗ്രികളുമെല്ലാം വിതരണം ചെയ്യുന്നത്. 30,495 പോളിംഗ് ബൂത്തുകളാണ് നാളെ ഉള്ളത്. അല്ലെങ്കിൽ ഈ 30,495 പോളിംഗ് ബൂത്തുകളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടങ്ങളിലേക്കാണ് വോട്ടർമാർ എത്തുന്നതും വോട്ട് ചെയ്യുന്നതും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ബൂത്തുകളിലെല്ലാം ഇത്തവണ ഒരു BLOയുടെ സഹായം ഉണ്ടാകും എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സാമഗ്രികൾ കിട്ടിയോ? EVM എടുക്കാൻ പറ്റും. എല്ലാം ചെക്ക് ചെയ്യും. ഉദ്യോഗസ്ഥരെല്ലാം സാമഗ്രികൾ വാങ്ങി EVM മെഷീനും കൂടെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇവർ അതാത് പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുക. ഞാൻ നേരത്തെ കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീം കൂടി ചേരുകയാണ്. അബ്ദുൾ റഹീം, നമ്മൾ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വോട്ടെടുപ്പ് തുടങ്ങുമ്പോൾ ഉള്ള ആശങ്ക, ചില സ്ഥലങ്ങളിൽ ഈ മെഷീൻ പ്രവർത്തിക്കില്ല, അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് ഈ പരിശോധനകൾ നടത്തുന്നുണ്ട് എല്ലായിടത്തും. അവിടെ കൊച്ചിയിലെ സാഹചര്യം എങ്ങനെയാണ്? രുചിഷ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കൊച്ചിയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മഹാരാജാസ് കോളേജിലാണ്. തൃക്കാക്കര മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ, ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഈ പറയുന്നത് പോലെ തന്നെ സാമഗ്രികൾ ഏറ്റുവാങ്ങാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് പോളിംഗ് സാമഗ്രികൾ ഇവിടെ നിന്ന് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അതാത് സ്ഥലങ്ങളിലേക്കുള്ള സാമഗ്രികൾ ഇതിനോടകം തന്നെ വിതരണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ ആകെ ഏകദേശം 15,148 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഇവിടെ ഉള്ളത്. ഇവർക്ക് ഈ പറയുന്നത് പോലെ തന്നെ സാമഗ്രികളുടെ വിതരണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ പരിശോധനകളും കാര്യങ്ങളും പൂർത്തിയാക്കിയാണ് ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ അതാത് പോളിംഗ് ബൂത്തുകളിലേക്ക് മടങ്ങുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർമാരായി 3,787 പേരും, ഫസ്റ്റ് പോളിംഗ് ഓഫീസറായി 3,787 പേരും, പോളിംഗ് ഓഫീസർമാരായി 7,574 പേരും, അങ്ങനെ മൊത്തം 15,148 പേർ ഇവിടെ ഉണ്ട്. കൂടാതെ അത് ജില്ലയിലെ മൊത്തമുള്ള കണക്കാണ്. കൂടാതെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ 14 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള ഉദ്യോഗസ്ഥർ നിശ്ചിത, അതായത് നിയോഗിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ രാവിലെ മുതൽ തന്നെ എത്തിയിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതിനായി KSRTC ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ പരിശോധനാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് അതാത് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ജില്ലയിൽ ഈ പ്രശ്നബാധിത ബൂത്തുകൾ കുന്നത്തനാട് മണ്ഡലം, അതോടൊപ്പം
തന്നെ ചില മണ്ഡലങ്ങളിൽ അങ്ങനെ പ്രശ്നബാധിത ബൂത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൃത്യമായ ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നേരത്തെ തന്നെ ഈ പറയുന്നത് പോലെ സുരക്ഷാ ക്രമീകരണം അടക്കം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള VVPAT-ൻ്റെയും അതോടൊപ്പം തന്നെ പോളിംഗ് ഇതിൻ്റെ സാമഗ്രികളുടെയും വിതരണം നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതായാലും കൃത്യമായ പരിശോധനകളും കാര്യങ്ങളും നടത്തിയതിനു ശേഷമാണ് ഉദ്യോഗസ്ഥർ ഈ സ്റ്റേഷനിൽ നിന്ന് മടങ്ങുന്നത്. ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ എററോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി ഇവിടെ അറിയിക്കണം, അതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് നൽകും എന്നുള്ള നിർദ്ദേശം ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധന കാര്യങ്ങളും മറ്റ് നടത്തിയിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലേക്കുമുള്ള ഈ പറയുന്നത് പോലെ തന്നെ സാമഗ്രികളുടെ വിതരണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് അതായത് ഇവിടെ സിറ്റിക്കകത്ത് 3, അതായത് എറണാകുളം, തൃക്കാക്കര, അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ എന്നിങ്ങനെ 3 മണ്ഡലങ്ങളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണം എറണാകുളം ടൗണിനുള്ളിൽ തന്നെയാണ്. അതായത് 3 സ്കൂൾ, ഒന്ന് മഹാരാജാസ് കോളേജ്, മറ്റൊന്ന് SRV സ്കൂള്, അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഗേൾസ് ഹൈസ്കൂൾ, ഇങ്ങനെ 3 ഇടങ്ങളിലായാണ് 3 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. മറ്റു മണ്ഡലങ്ങൾ, അതായത് ഈ ജില്ലയ്ക്ക് ഈ റൂറൽ മേഖലയിലുള്ള മണ്ഡലങ്ങളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണം നടക്കുന്നത് അതായത് അതാത് മണ്ഡലങ്ങളുടെ സമീപത്തുള്ള സ്കൂളുകളിലുമൊക്കെയാണ്. അങ്ങനെ എല്ലായിടത്തും തന്നെ രാവിലെ മുതൽ, അതായത് അല്പസമയം മുമ്പ് മുതൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇതിനോടകം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഈ സാമഗ്രികൾ ഏറ്റുവാങ്ങാനായി ഇവിടെ രാവിലെ മുതൽ തന്നെ എത്തിയിട്ടുമുണ്ട്. രുചിഷ്. അബ്ദുൾ റഹീം, എന്തായാലും 30,495 ബൂത്തുകളിലായാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്തുടനീളം തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ്.